ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നാടൻ മുരിങ്ങയില കറിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുരിങ്ങയിലക്കറി തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ തിരുമിയതാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം അരയ്ക്കാൻ ആവശ്യമായിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങ മിക്സിയുടെ ജാർ അടച്ചു വെച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ച് എടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ 2 ചുവന്നുള്ളി ചേർത്തിട്ട് അരയ്ക്കാം. ഞാനിപ്പം തേങ്ങയുടെ കൂടെ അരച്ചില്ല, കടുക് വറക്കുന്നതിൻ്റെ അകത്ത് ചേർത്തിട്ടാണ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ചുവന്നുള്ളി നന്നായിട്ട് ചുവക്കുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്, നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഉണക്കമുളകാണ് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മുളക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റായ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പ് മുരിങ്ങയിലയാണ്. ഇത് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മുരിങ്ങയിലയ്ക്ക് ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ജസ്റ്റ് 1 മിനിറ്റ് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. മുരിങ്ങയില ഇനി എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുരിങ്ങയില നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഈ തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം അതേ മിക്സിയുടെ ജാറിൽ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഇതിൻ്റെ അകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തം 1.25 കപ്പ് വെള്ളമാണ് ഈ കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. നമ്മൾ തേങ്ങ അരച്ച സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തായിരുന്നു. അപ്പം ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി അങ്ങ് വെള്ളമായി പോകരുത്, അന്നേരം കറിക്ക് ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഒരു മീഡിയം തിക്കായിട്ടുള്ള ഒരു കറി ആയിരിക്കണം. ഇനി ഇത് ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറി ഒത്തിരി അങ്ങ് തിളച്ച് പോകരുത്. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കറി മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അറിയാൻ വയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്